നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം ലഭിക്കുന്ന കർഷകർ നമ്മളുടെ വീടുകളിലും കാണും. അങ്ങനെയുള്ളവരെല്ലാം തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. 2026 ജനുവരി മാസം മുതലാണ് നമ്മളുടെ കൃഷിഭൂമിക്ക് വേണ്ടി പ്രത്യേക ID കാർഡുകളുടെ വിതരണം ആരംഭിക്കുന്നത്. അതായത് ഡിജിറ്റൽ റവന്യൂ കാർഡ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി കാർഡ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ATM രൂപത്തിലുള്ള കാർഡിൻ്റെ വിതരണത്തിന് ജനുവരി മാസം മുതൽ തുടക്കം കുറിക്കും. നമ്മളുടെ സംസ്ഥാന സർക്കാരാണ് ഈ കാർഡുകൾ വിതരണം ചെയ്യുന്നത്. നമ്മുടെ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും ഉൾപ്പെടുന്ന പ്രത്യേക നമ്പറുകൾ, അതോടൊപ്പം തന്നെ QR കോഡുകൾ ഉണ്ടാവാം, പ്രത്യേക ഇലക്ട്രോണിക് ചിപ്പുകൾ ഉണ്ടാകാം. ഇത്തരം കാര്യങ്ങളെല്ലാം ഘടിപ്പിച്ച കാർഡുകളായിരിക്കും വിതരണം ചെയ്യുക. വിവിധ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപേക്ഷകൾക്കെല്ലാം പിന്നീട് ഈ ഒരു കാർഡ് മാത്രം നമ്മൾ സബ്മിറ്റ് ചെയ്താൽ മതിയാകും. ഭാവിയിൽ ഈ കാർഡ് ഒരു മാസ്റ്റർ കാർഡ് എന്ന രീതിയിലേക്ക് മാറ്റപ്പെടുകയും എല്ലാ വിവരങ്ങളും, അത് നമ്മളുടെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതോടൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് നമ്മുടെ വാഹനവുമായി ബന്ധപ്പെട്ട രേഖകൾ, അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ മറ്റു വകുപ്പുകളിൽ നിന്ന് ലഭ്യമാകേണ്ട എല്ലാ അടിസ്ഥാന വിവരങ്ങളും, പെൻഷൻ ഡേറ്റ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു മാസ്റ്റർ കാർഡ് എന്ന രീതിയിലും ഈ കാർഡ് പിന്നീട് മാറ്റപ്പെടും. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തുള്ള സ്വന്തമായിട്ട് കൃഷിഭൂമിയുള്ള എല്ലാ കർഷകർക്കും നമ്മളുടെ ഡിജിറ്റൽ റിസർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയാകുന്ന വില്ലേജുകൾക്കും മുൻഗണന എന്ന അടിസ്ഥാനത്തിലായിരിക്കും ഈ കാർഡുകളുടെ വിതരണം നടക്കുക. ഇനി ഇതോടൊപ്പം തന്നെ നമ്മളുടെ സംസ്ഥാനത്തെ കർഷകർക്കും രാജ്യമെമ്പാടുമുള്ള കർഷകർക്കും അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയിൽ പേര് രജിസ്റ്റർ ചെയ്ത് കർഷക ID ജനറേറ്റ് ചെയ്യണമെന്ന് അറിയിച്ചിരുന്നു. നമ്മളുടെ സംസ്ഥാനത്ത് ഇത് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ കർഷക ID എടുക്കാൻ സാധിക്കുന്നില്ല കർഷകർക്ക്. അതുമാത്രമല്ല, എല്ലാ കർഷകരെയും നിർബന്ധപൂർവ്വം എടുക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനുള്ള സംവിധാനവും വളരെ വൈകാതെ തന്നെ കേന്ദ്ര സർക്കാർ ക്രമീകരിക്കുന്നതായിരിക്കും. കർഷക ID ജനറേറ്റ് ചെയ്യുന്ന കർഷകർക്കായിരിക്കും പിന്നീട് കിസാൻ സമ്മാൻ നിധി പോലുള്ള ആനുകൂല്യങ്ങൾ, കാർഷിക വായ്പകളെല്ലാം അനുവദിക്കുകയും ചെയ്യുക. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക്, അതോടൊപ്പം തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കെല്ലാം 60 വയസ്സ് കഴിയുമ്പോൾ 3000 രൂപ വീതമൊക്കെ പെൻഷൻ ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പെൻഷൻ പദ്ധതികളുണ്ട്. പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന, അതോടൊപ്പം തന്നെ കിസാൻ മാൻധൻ യോജന പോലുള്ള പ്രത്യേക പെൻഷൻ പദ്ധതികളാണ്. ഒരു കോൺട്രിബ്യൂട്ടറി പെൻഷൻ പദ്ധതിയിലൊക്കെയാണ് ഇത് നടത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് അംശാദായം അടയ്ക്കേണ്ടതുണ്ട്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ളവർക്കായിരിക്കും ഈ സ്കീമുകളിൽ ചേരാൻ സാധിക്കുന്നത്. അതിനുശേഷം അംശാദായം അടച്ച് 60 വയസ്സെത്തുമ്പോൾ മുതൽ പെൻഷൻ ലഭിക്കുന്നതായിരിക്കും. പ്രതിമാസം 3000 രൂപ വീതമായിരിക്കും പെൻഷൻ ലഭിക്കുക. അപ്പോൾ ഈ പദ്ധതികളിലേക്ക് ചെറിയ ഒരു അംശാദായം മാത്രമേ വരുന്നുള്ളൂ. 18 വയസ്സിൽ ചേരുന്ന ഒരാൾക്ക് 55 രൂപയിൽ ഈ പദ്ധതി ആരംഭിക്കാം. എല്ലാ മാസവും 55 രൂപ ഇതിലേക്ക് അടച്ചുകൊണ്ടിരുന്നാൽ മതി. ഇനി 40-ാം വയസ്സിലാണ് ചേരാൻ സാധിക്കുന്നത് എങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക ചാർട്ടുണ്ട്. ആ ചാർട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. പ്രായം കൂടുന്നതനുസരിച്ച് അംശാദായത്തിൻ്റെ അടവിൽ വ്യത്യാസമുണ്ട്, റേറ്റ് കൂടും. 40-ാം വയസ്സിൽ ചേരുമ്പോൾ 200 രൂപയോളം പ്രതിമാസം അടയ്ക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ പോലും അതിന് തുല്യവിഹിതം കേന്ദ്ര സർക്കാർ അടയ്ക്കുകയും പിന്നീട് 60 വയസ്സ് മുതൽ നമുക്ക് ഈ 3000 രൂപ പെൻഷൻ ലഭിക്കുകയും ചെയ്യുന്ന പദ്ധതികളാണിവ. പദ്ധതികളിലേക്ക് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ പെൻഷൻ കുടിശ്ശികയുടെ ഗഡുക്കൾ വിതരണം ചെയ്യുന്നത് ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഓരോ ഗഡുക്കൾ ഇപ്പോൾ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. 1600 രൂപയുടെ സഹായമൊക്കെയാണ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. അതുമാത്രമല്ല, വളരെ വൈകാതെ മറ്റു ഗഡുക്കൾ കൂടി വിതരണം ചെയ്യുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 900 കോടി രൂപ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ കുടിശ്ശിക തീർക്കുന്നതിന് വേണ്ടി സർക്കാർ കടമെടുക്കുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ആ വായ്പ ഇതുവരെ വന്നിട്ടില്ല. എങ്കിൽ പോലും ആ മുടക്കം വന്നിട്ടുള്ള ഗഡുക്കൾ ഓരോന്നായിട്ട് കൃത്യമായിട്ടൊരു സമയം അതിനുവേണ്ടിയില്ല, കൃത്യമായിട്ട് ആ ഒരു തുക ഇടയ്ക്കെല്ലാം വിതരണം നടക്കുന്നുണ്ട് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു ഗഡു വിതരണം ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, ഗാർഹിക ഗ്യാസ് സിലിണ്ടറുകൾ റീഫിൽ ചെയ്യുന്നവരെല്ലാം ശ്രദ്ധിക്കുക. നമ്മൾ ഇലക്ട്രോണിക് KYC നിർബന്ധപൂർവ്വം ചെയ്തിരിക്കേണ്ടതാണ്. ഒരിക്കൽ ചെയ്താൽ മതി. ഇനി നമ്മളുടെ വീടുകളിൽ നിന്ന് ഇത് ഉപയോക്താവ് ചെയ്യാനുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഏജൻസിയുമായി ബന്ധപ്പെട്ടോ ഏജൻസി സംഘടിപ്പിക്കുന്ന ക്യാമ്പുകൾ മുഖാന്തരമോ ഇത് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളുടെ ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ട ബുക്ക്, ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ, ഇത്രയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് എത്തിച്ചേർന്ന് വേണം ഇത് പൂർത്തിയാക്കാൻ. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.